അപ്പോൾ മക്കളെ ഞങ്ങളിന്ന് ഒരു അടിപൊളി പ്രോഗ്രാമിന് പോകണം. ഇത് ചെയ്യാം. അതൊക്കെ ഞങ്ങളെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ കൂടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ മാനേജിങ് അസിസ്റ്റന്റ് ഇല്ലേ? ഇത് ഷദാബാത്തിനോ. ഇത് പിന്നെ ഇതിൻ്റെ ചാനലിൻ്റെ പ്രമുഖ എഡിറ്ററും പിന്നെ എന്തൊക്കെ ആയ അതുമാണ്. പിന്നെ ഞാനുമാണ്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി പരിപാടിക്ക് പോകട്ടോ. പരിപാടി ആകെ മൂഡ് ഓഫ് ആയിക്കണം. അതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നല്ല ഉത്സാഹമായിട്ട് പോകണം വിചാരിച്ചതിന്. ഇതാണ് അവസ്ഥ മക്കളെ, അവസ്ഥ ഫുള്ള് കർത്തനിട്ട് മൂടി പോകേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ യാത്ര എടുക്കാമെന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ മക്കളെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണേ. നമ്മളെ പുതിയ വണ്ടിയിൽ പോകണം. യാത്ര മാത്രമല്ല ലോങ് മാത്രമല്ല, നമുക്ക് നല്ലൊരു അടിപൊളി ഒരു സംഭവം കൂടി ഏറ്റുവാങ്ങാനാണ് നമ്മൾ പോകണ്ടേ. പിന്നെ അത് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ കൊണ്ടോട്ടിയൊക്കെ കഴിഞ്ഞ് വള്ളുവമ്പുറം ഭാഗത്തേക്ക് എത്താനായി. അപ്പോ ഈ വണ്ടിന്റെ ചാർജ് ഉണ്ടല്ലോ, ഈ വണ്ടിന്റെ ചാർജിൽ ഏറ്റവും മാക്സിമം ഓടിയിട്ട് നമ്മളെ പെരീക്ക് എത്തുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ട് എത്തുന്നതെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ചാർജർ നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം. കുടുങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യാച്ചിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് എന്താണുള്ള ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണാം. വിട്ട മഴ ഒരാൾക്ക് എന്തോ മരുന്ന് കെടുക്കാണ്. പക്ഷെ മുട്ടായി ഞാനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടായി ആക്കി നടക്കാണ്. അപ്പൊ മക്കളെ നമ്മളെ മോണ്ടറ ഓടി നമ്മളെ നിലമ്പൂരിലെത്തിട്ടാ. മോണ്ടറ നിലമ്പൂരിലെത്തി മക്കളെ. മാഷാ അല്ലാഹ്. അങ്ങനെ നിലമ്പൂരിന്റെ മണ്ണിൽ നിലമ്പൂരിന്റെ മണ്ണിൽ നമ്മളെ മോണ്ടറ എത്തിയിരിക്കുകയാണ് മക്കളെ. എന്താണ് കുഞ്ഞുമോളെ അഭിപ്രായം? ഈ ഒരു സ്ഥലം കാണുന്നുണ്ട്. കാട്ടുതേനയുടെ കിട്ടും. അങ്ങനെ ഞങ്ങള് നിലമ്പൂരിന്റെ വണ്ടി സൂപ്പർ. കുറച്ച് അടിപൊളി ഉണ്ട് പറയാം. വേറെ ഒരു ഇതില്ലല്ലേ, ഒന്നുമില്ലാതെ റാഹത്തായിട്ട് പോകട്ടോ. അത് അടിപൊളി വൈബാണ്. ഒച്ചപ്പാടില്ല, കൊച്ചന്റെ തലവേദനകളൊന്നുമില്ല. അതാണ് അവരൊരു എനിക്കുണ്ട് ഒരു പ്രത്യേക സമാധാനമുണ്ട് മക്കളെ. അങ്ങനെ നിലമ്പൂരിൽ നമ്മൾ മോണ്ടറയുമായി എത്തിയിരിക്കുകയാണ്. യാത്രക്ക് നല്ല മാറ്റമുണ്ട്. എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ പറയുമ്പോൾ തലവേദന എടുക്കലില്ല. അങ്ങനെ ആയിട്ട് നമ്മൾ വർത്താനം മുണ്ടാതെ വച്ചോട്ട് പോണ ഒരു അവസ്ഥയിലുണ്ട്. അതിന് നല്ല മാറ്റം കിട്ടും. നല്ല സുഖത്തിൽ യാത്ര ചെയ്യണം. പിന്നെ യാത്ര ഈ പാച്ച് വർക്കുള്ള റോഡാണെങ്കിൽ എന്താ പറയാ, ഒരു മൊത്തത്തിൽ വണ്ടിക്കൊരു ആട്ടം. അല്ലാതെ നമുക്ക് എന്തല്ല ഊരൊക്കെ ഒരു ഓട്ടോറിക്ഷയുടെ മാതിരി ഫീല് കുത്തു വരിക, ആ പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ വണ്ടിക്ക് ഇങ്ങനെ ഒരു ഷെയ്ക്കിങ് തന്നെ ഉണ്ട്, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. നമ്മളെത്താണ്, അതാ നിലമ്പൂരിന്റെ ബോർഡ് അതാ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മോണ്ടറ നിലമ്പൂരിലെത്തിയിരിക്കുകയാണ് ഞങ്ങളാ. അപ്പൊ അതൊക്കെ സ്ഥലമെത്തി. നമുക്ക് നമ്മളെ വണ്ടിയിൽ ഇനി 100 കിലോമീറ്റർ തിരിച്ചോടാനുള്ള ഇനിയുണ്ട്. നമുക്ക് പേടിയില്ലേനാ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പോരുമ്പോ. പേടുക അന്നേരം രാത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാനാ. പക്ഷെ ഒരു പേടി വേണ്ട. നമ്മളെ സ്ഥലത്ത് എത്തിക്കണേ. 100 കിലോമീറ്ററും കൂടി അതിന് കറക്റ്റ് കാണിക്കണ്ടെങ്കിൽ റിട്ടേൺ പോകാൻ. നിങ്ങളെ എൻട്രി പാസ് വാങ്ങാൻ പോവാ.
എന്താ പറയുക പറഞ്ഞുണ്ടാക്കിയ ടീഷർട്ട് അതേ കാര്യം എത്ര നേരം വൈകി മാറ്റി വരാൻ നിലമ്പൂരിന്റെ ഗായകനാണ്. 2 മണിക്കൂറേക്ക് ഈ സാധനം തന്നിട്ട് ലാസ്റ്റ് എടുത്ത് പോകുന്ന ചീത്തറിട്ട് ഇതുപോലെയാണ് ആ 2 മണിക്കൂർ വേസ്റ്റ് ആയിട്ട് ചില ഇല്ലല്ലോ വണ്ടി ഇവിടെ കംപ്ലീറ്റ് അടുത്ത കാണുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ഒറിജിനാലിറ്റി ഭയങ്കര കൂടുതലാണ്. വീട്ടിലെ സ്നേഹപരമായ ഏതോ അത്ര മനോഹരമാണ്. അദ്ദേഹം അതേപോലെ ജീവിതം കണ്ടെത്തുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോബാണ്. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് ഗോതമ്പാരെല്ലാം ചെയ്തു തുടങ്ങുന്ന പോലെ അദ്ദേഹം നല്ലൊരു അതും ഇന്നത്തെ ഗിഫ്റ്റിൽ നമുക്ക് എല്ലാ വീഡിയോ ആദ്യം കാണുന്നത് ആദ്യം അപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്ന് വന്ന ആളുകൾക്ക് അറിയാം 7 മണിക്കും 7 മണിക്കും വന്ന ആളുകൾ ചില ആളുകൾ മനസ്സിലുണ്ടാവും ഞങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞ ടൈമിങ്സ് എന്താ വഴി വന്ന് എനിക്കറിയാം നിങ്ങളുടെ ഫീലിങ്സ്. അപ്പോൾ ക്ഷമ ചോദിക്കാം. പഴയമല്ല പഴയമല്ല ഒരു സോഷ്യൽ മീഡിയ കോട്ടത്തിലേക്ക് ആവാൻ ചില്ലർ കാര്യമാണ്. എല്ലാവർക്കും ക്യാമറയോട് നല്ലൊരു പോസ് ചെയ്യാം. ഞാൻ ചെയ്യുന്നു ഓക്കെ. കൺഗ്രാറ്റുലേഷൻ ഷിയ ഷസ ബ്ലോഗ്. അവർ ഫാമിലി ആയിട്ടാണ് വേദിയായിട്ട് എത്തിയിട്ടുള്ളത്. ഷിയ ഷസ ബ്ലോഗ് എന്തായാലും ഫാമിലി ആയിട്ട് അടിപൊളിക്കുക. ഇനി ഒരുപാട് ബ്ലോഗ് ഒക്കെ ചെയ്യാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഓഫ് ദി സ്റ്റേജ് ദിനേശ് ചെറിങ്ങൽ. Sunshine Kannur on the stage. Congratulations. വളരെ അഭിമാനത്തോടെ നമ്മുടെ ഈ ബി ക്രിയേറ്റേഴ്സ് കമ്പനി WCCന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുമ്പോൾ ടെൻഷൻ കാണോ? ഹായ് ഓഫ് യു. പേര് ദക്ഷ എന്നാണ്. ഞാൻ കണ്ണൂരുകാരനാണ്. എൻ്റെ വൈദ്യുതി കാർഡിന് മനസ്സിലാവും 100% ഡിസേബിൾഡ് ആയിട്ടുള്ള ആളായിട്ടാണ് പറയപ്പെടുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു അവസ്ഥ 100% 1% വെച്ച് വേണം എനിക്ക് ലോകത്തെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഈ 1% വെച്ച് നേടാനുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നടത്തുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 10,000 ആളുകൾക്ക് വരെ മോട്ടിവേഷൻ ട്രെയിനിങ് എടുത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് 100ഓളം മോട്ടിവേഷൻ ട്രെയിനിങ് എടുത്ത ഒരാളാണ്. എന്തായാലും ഇത് പ്രോഗ്രാമിൽ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. And once again, greatest battalion 2K23. The award goes to Mr. K. Hero Village and ഇന്നലെ കാണാത്തത് ഇവിടാണ് കാണാത്തത്. നമ്മളെപ്പോഴും നമ്മുടെ കടി മാറി വളരെ ഉത്സവം കൂടിയുണ്ട്.
നമ്മുടെ ബിസിനസ് ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സെൽഫി എടുക്കാനാ? താങ്ക് യു. സെൽഫി എടുക്കാൻ നമുക്ക് ഇത്രയും മനോഹരമായ ഓഡിറ്റോറിയം ഓർമ്മയുണ്ടോ ഈ മുഖം? പള്ളം കഴിച്ചു. വെസ്പിന്റെ അസുഖമായി, വെസ്പിന്റെ അസുഖത്തിന് കറക്റ്റ് മരുന്ന് ചെയ്യണില്ല. ഇല്ലല്ലോ. എന്താ ഫുഡിന്റെ അഭിപ്രായം? അടിപൊളി ഫുഡാ. രണ്ട് സൈസ് നമ്മളെടുത്തത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു 3 പ്ലേറ്റ് അല്ല 3 കോരി. ഇനി ബാക്കി ഒരു 5 കോരി ബിരിയാണി. 3 ചെയ്യാം. മന്തി WCCൻ്റെ അവാർഡൊക്കെ ഞങ്ങൾ കൈപ്പറ്റി. ഇപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നബിദിനൊക്കെ അല്ലേ, നമുക്ക് നാട്ടിലൊക്കെ ഒന്നേതാവണം. ഓണം നബിദിനം എല്ലാം കൂടി ആയതുകൊണ്ട് ഇവിടുന്ന് നാട്ടിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും. അപ്പോൾ അതിനെ കണ്ടിട്ടാണ് ഞങ്ങൾ മുൻകൂട്ടി പോകണം. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്കും കമൻറ്റൊക്കെ തരിട്ടോ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വ്യക്തികളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടപ്പെട്ട് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളിട്ടോ. അപ്പോൾ ഓക്കെ, ഷസന കാണുന്നില്ല. ഓക്കേടാ, ആ ബാക്കിൽ നിന്ന് ഒരു സഹോദരി ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.